നമസ്കാരം. നമ്മളിന്ന് നമ്മളുടെ നാലാമത്തെ വീഡിയോ ആണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലത്തെ നാലാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് നമ്മൾ കടം ഒഴിവാക്കാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ പ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് തുടങ്ങേണ്ട കാര്യം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാണ് അല്ലേ. നമ്മൾ എന്ത് കാര്യത്തിനും വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ട ഒരു കാര്യമാണ് ഗോൾ സെറ്റിങ്. അത് ഫിനാൻഷ്യൽ ആണെങ്കിലും ശരി, ഏത് മേഖലയിലെ കാര്യങ്ങളാണെങ്കിലും ശരി, നമുക്കൊരു ഗോൾ സെറ്റിങ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യലാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് 5 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യണം, 10 വർഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഗോൾ സെറ്റിങ്സ് ആണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേ യുവേഴ്സ് ഫസ്റ്റ്. അതായത് നമുക്ക് സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി നമ്മളുടെ സേവിങ്സ് അതല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടോ ആ ഒരു എമൗണ്ട് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റ് ചെലവുകൾ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ റൂളായിട്ട് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു റൂള് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. അതായത് 50, 30, 20 എന്ന് പറയുന്ന ഒരു റൂളാണ്. 50, 30, 20 റൂൾ എന്നതിനെ ചുരുക്കി പറയും. അതായത് നമ്മളുടെ 100 രൂപ വരുമാനമുണ്ടെങ്കിൽ അതിൽ 50% എമൗണ്ട് നമ്മളുടെ വാണ്ട്സിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ നീഡ്സ്, വാണ്ട്സ് രണ്ടാമതാണ്, നീഡ്സ് അതായത് നമുക്ക് ഒരുപാട് അത്യാവശ്യ കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കും അല്ലേ. EMI അടയ്ക്കേണ്ടി വരും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമുക്ക് നടത്തേണ്ടി വരും, എല്ലാ മാസത്തെ ചെലവുകൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ളതിനെയാണ് നമ്മൾ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 50% എമൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മളുടെ നീഡ്സിനെ നമ്മൾ നിർത്തണം. അതിൽ അങ്ങേപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ അത് അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട്, നമുക്ക് 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് 50,000 രൂപയുടെ ഉള്ളിൽ നമ്മളുടെ നീഡ്സിനെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കണം. അടുത്ത ഒരു 30% എന്ന് പറയുന്നത് വാണ്ട്സ് ആണ് അല്ലേ. നമുക്ക് അത്യാവശ്യമുള്ള കാര്യമില്ല, പക്ഷെ കുറേ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഒരു കാറ് വാങ്ങണം, അത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു നല്ലൊരു ഫ്രിഡ്ജ് വാങ്ങണം, അത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. നമുക്ക് എന്തെങ്കിലും ഓർണമെൻറ്റ്സ് നമുക്ക് വാങ്ങണം, അതൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് 30% എമൗണ്ടാണ് ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ 50% നീഡ്സ് പോയി, 30% വാണ്ട്സ് പോയി, ബാക്കി 20% ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഈ 20% നിർബന്ധമായിട്ട് നമ്മൾ സേവിങ്സിലേക്ക് മാറ്റണം. അത് 10% ഷോർട്ട് ടേം ഗോൾസിന് വേണ്ടിയിട്ടും 10% നമ്മൾ ലോങ് ടേം ഗോൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഏറ്റവും വലിയ ഒരു റൂളാണ് 50, 30, 20 പറഞ്ഞ റൂള്. ആ റൂള് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ അച്ചടക്കം, ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി. 50, 30, 20 റൂളാണ് മൂന്നാമത്തെ കാര്യം. അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അച്ചടക്കം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നാലാമത്തെ കാര്യം നമ്മൾ ഓട്ടോമേറ്റഡ് സേവിങ്സ് ആണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ തന്നെ നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ നമ്മളുടെ എന്താ പറയുക, ഏതൊക്കെ കാര്യങ്ങളിലേക്ക് വേണ്ട LIC അത് നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാനുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. KSFE അത് നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. SIPകൾ നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. മ്യൂച്വൽ ഫണ്ട് അത് നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബാങ്കിൽ പൈസ വന്ന ഉടനെ തന്നെ നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് സേവിങ്സിന് വേണ്ടിയിട്ട് നല്ല ഒരു മാർഗ്ഗമാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളുടെ ട്രാക്ക് യുവർ എക്സ്പെൻസ് ആണ്.
നമ്മൾ ഓരോ മാസവും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മളുടെ വരവ്, നമുക്ക് ചിലവാക്കിയ തുകകൾ, ഇതിനൊക്കെ ധാരാളം ആപ്പുകളൊക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇത് 1-2 മാസമൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എവിടെ കൂടെയാണ് നമ്മളുടെ ഫണ്ട് കൂടുതലായിട്ട് ചോർന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചോർന്നു പോകുന്ന എമൗണ്ടുകളെയൊക്കെ നമുക്കൊന്ന് സ്ട്രിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ചോർച്ചകളൊക്കെ ഒന്ന് അടയ്ക്കാനായിട്ട് നമുക്ക് ഈ ട്രാക്കിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ 5-ാമത്തെ കാര്യം നമ്മളുടെ എക്സ്പെൻസിനെ ഒക്കെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺനെസസറി ഷോപ്പിങ്സ് ആണ് അല്ലേ. നമുക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിലോ അതല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലോ ഒക്കെ നമ്മൾ വെറുതെ കണ്ണോടിക്കുമ്പോൾ ഓഫറുകൾ കണ്ടിട്ട് നമ്മൾ പലപ്പോഴും ചാടി വീഴാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഓർഡർ ചെയ്യുക. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-മതോ 3-മതോ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ടാവില്ല, ഇത് നമുക്ക് പിന്നീട് വാങ്ങിച്ചാലും മതി, അതല്ലെങ്കിൽ ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യം അല്ല എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊന്നൊരു റീചെക്ക് നമ്മൾ നടത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. 7-ാമത്തെ കാര്യം നമ്മൾ എന്താ പറയുക, ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എന്തൊരു സേവിങ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമ്മൾ 4 ദിവസം ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ 5-ാമത്തെ ദിവസം നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് 7-ാമത്തെ ഒരു റൂള് എന്നുള്ളത്. 8-ാമത്തത് യൂസ് സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ സേവിങ്സ്. നമ്മൾ SB അക്കൗണ്ടിൽ സാധാരണ നമ്മളുടെ സേവിങ്സ് എമൗണ്ട് ഇട്ട് വെക്കരുത്. കാരണം നമുക്ക് എപ്പോഴും ഗൂഗിൾ പേ, ഫോൺ പേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ അറിയാതെ നമ്മളുടെ ഈ സേവ് ചെയ്ത എമൗണ്ടുകൾ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട്, എല്ലാവർക്കും 3-4 അക്കൗണ്ടുകളൊക്കെ നമുക്ക് സാധാരണ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒന്നും കണക്ട് ചെയ്യാത്ത ഏതെങ്കിലും അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളിൽ നമ്മൾ സേവിങ്സ് ആ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക എന്നുള്ളതാണ് 8-ാമത്തത് നമുക്ക് പറയാനുള്ള കാര്യം. 9-ാമത്തത് നമ്മൾ പറയാനുള്ള കാര്യം, നമ്മളെ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു റിവാർഡ്സ് കൊടുക്കുക. ഓരോ വർഷവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ചെയ്തു, നമ്മൾ ഈ 50-30-20 റൂളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്കൊരു റിവാർഡ് സിസ്റ്റം കൊടുക്കുക. നമ്മളെ ആരെങ്കിലും ഹസ്ബൻഡോ അതല്ലെങ്കിൽ വൈഫോ അതല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ചിലപ്പോൾ നമുക്ക് റിവാർഡ്സ് പോയിന്റ്സ് തന്നോന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു റിവാർഡ് പോയിന്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വർഷം കുറച്ചും കൂടെ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റിവാർഡുകൾ നമുക്ക് കൊടുക്കുക. പിന്നെ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫിനാൻഷ്യൽ സ്ട്രെസ്സുകൾ നമുക്ക് വരും, അതൊന്നും നമ്മൾ റെഡ്യൂസ് ചെയ്യുക. കുറേ ബാധ്യതകൾ നമുക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ടെൻഷനായിരിക്കും അല്ലേ. ഇതടച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ലോൺ വരുന്നു, അപ്പോഴേക്കും അടുത്ത ഇൻട്രസ്റ്റ് പുതുക്കാൻ ഉള്ള ലെറ്റർ വരുന്നു, അപ്പോഴേക്കും ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ കുറേ സ്ട്രെസ്സുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് നമ്മളുടെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സുകൾ വരുന്ന കാര്യത്തിന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് 9-ാമത്തെ കാര്യം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് പല എമർജൻസീസ് വരും അല്ലേ. ജീവിതത്തിൽ പല എമർജൻസീസൊക്കെ നമുക്ക് വരും. ആ എമർജൻസീസിനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ എമർജൻസീസ് ഓരോരുത്തരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എമർജൻസികൾ നമ്മളുടെ ജീവിതത്തിൽ വരാം, പലതരത്തിലുള്ള എമർജൻസികൾ വരാം. അപ്പോൾ ആ എമർജൻസികളെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ നല്ലൊരു സമ്പാദ്യശീലം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇതിനെ പറ്റിയിട്ടുള്ള നോളേജുകളിൽ നമ്മൾ അപ്ഡേഷൻ ഉണ്ടായിരിക്കുക. എപ്പോഴും പുതിയ നോളേജുകൾ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കാണൽ തന്നെ ഒരു നോളേജാണല്ലേ. നിങ്ങളങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള ഫിനാൻഷ്യൽ നോളേജുകൾ, ടിപ്പുകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ പിന്നെ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ സമ്പത്ത് മാത്രമല്ല ജീവിതത്തിലത്തെ ഏറ്റവും വലിയ കാര്യം, സമാധാനം കൂടിയാണ് നമ്മളുടെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവരും നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ മാറ്റി നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട്